ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെയാണ് ഷ്രോവ് ട്യൂസ്ഡേ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഒരു വലിയ ഇടപെടലുണ്ടായി. ഈ വർഷം ഇന്ന് ഞായറാഴ്ചയായിരുന്നു. ഞാനിത് ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഞായറാഴ്ചയായിരുന്നു. അന്ന് എനിക്കൊരു സമ്മാനം കിട്ടി. നിങ്ങളും അതുപോലെ സമ്മാനം കിട്ടാൻ പ്രാർത്ഥിക്കണ്ട കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഞായറാഴ്ചയാണ്, 11:25 രാത്രി. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഈ ഷ്രോവ് ട്യൂസ്ഡേക്ക് വേണ്ടി ഈ വർഷം ഒരുങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം, എൻ്റെ ഒരുക്കം ഒരു പ്രത്യേകതയുള്ള ഒരുക്കമാണ്. ഞാൻ ഈ വർഷങ്ങളോ ഈ മാസങ്ങളോ ഒന്നും എൻ്റെ ജീവിതത്തിൽ കാണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള മാസങ്ങളും തിരുനാളുകളാണ്. ഓരോ തിരുനാളും എനിക്ക് ആദ്യമായിട്ട് കൂടുന്നത് പോലെയാണ്. ഞാനൊരു പള്ളിയിൽ കയറിയാൽ ആദ്യമായിട്ട് കയറുന്ന പോലെ എനിക്ക് തോന്നും. കാരണം ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഈ 2 വർഷം ബോണസായിട്ട് കർത്താവ് തന്നതാണ്. പക്ഷേ അതോടുകൂടെ അതിനോടനുബന്ധിച്ച് കുറേ ശാരീരിക പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ഞാൻ ഈ വർഷം ഷ്രോവ് ട്യൂസ്ഡേക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈശോയോട് ചോദിച്ചിരുന്നു, ഈശോയെ, ഈ വർഷം എന്ത് സമ്മാനമാണ് തരുന്നത്? സമ്മാനം എന്ന് ഞാൻ പറയില്ല, കാരണം സമ്മാനം ചോദിച്ചപ്പോഴൊക്കെ വലിയ സഹനമാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വാക്ക് മാറ്റിയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, ഏത് അനുഗ്രഹമാണ് എനിക്ക് ഈ വർഷം തരാൻ പോകുന്നത്? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളിൽ ഏതാണ് തരാൻ പോകുന്നത്? ഇങ്ങനെയാണ് ചോദിക്കുന്നത്. സമ്മാനം എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. അങ്ങനെ ഞാൻ ഈ വർഷം ഈശോ എനിക്ക് എന്തായിരിക്കും തരിക? ഈശോയുടെ പൊന്മുഖം എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ധ്യാനിക്കൽ മാത്രമേ ഉള്ളൂ, പ്രാർത്ഥിക്കാനൊന്നും അധികം പറ്റുന്നില്ല. പക്ഷേ എന്നാലും എൻ്റെ ഹൃദയത്തിൽ ഈശോയുടെ പൊന്മുഖം ഉണ്ട്. ഞാനങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അതിന് അനുഗ്രഹവും വരദാനങ്ങളൊക്കെ ചോദിച്ചെങ്കിലും ഈശോ ഈ വർഷവും തന്നത് സമ്മാനമാണ്. ഇന്ന് രാവിലെ മുതൽ എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു പാനിക് അറ്റാക്കെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ വേണമെങ്കിൽ പറയാം. എന്താണ് എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നത്? അതെല്ലാം ഈ ആമാശയം പോയതിൻ്റെ പ്രവർത്തനങ്ങളാണ്, എനിക്കറിയാം. എന്നാലും ഇന്ന് ഇത്തിരി കഠിനമായിപ്പോയി. രാവിലെ മുതൽ ഞാൻ ബെഡിലായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഈശോയെ, തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് നിൻ്റെ മുഖം ഇങ്ങനെ ധ്യാനിച്ച് കിടക്കാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ എനിക്ക് നീ കുറേ ജോലികൾ തന്നതുകൊണ്ട് ഞാൻ ജോലിക്ക് പോവാണ്. എനിക്ക് ജോലിയുണ്ടല്ലോ വീട്ടിൽ. അതുകൊണ്ട് നിന്നെ എപ്പോഴും ധ്യാനിച്ച് കിടക്കാൻ എന്താ വഴി? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നെനിക്ക് തന്നു. അങ്ങനെ ഞാൻ ഞായറാഴ്ച രാവിലെ മുതൽ ബെഡ്രിഡനായി, ബെഡിൽ കിടപ്പാണ്. എണീക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഒരുതരം പരാക്രമവും. അങ്ങനെ ഞാൻ വീട്ടിലുള്ളവരെല്ലാം പേടിച്ചു, ഇപ്പം കൊണ്ടുകൊണ്ട് വരുമോ എന്ന്. എന്തായാലും 2 മണിക്കൂറോളം കഠിനമായ സഹനമായിരുന്നു. എന്നാൽ കിടക്കാനും പറ്റില്ല. അപ്പോൾ എഴുന്നേൽക്കണം. അപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ കീമോതെറാപ്പിക്ക് ഉണ്ടായതുപോലെ ഛർദി. അങ്ങനെ നല്ല ഒരു സമ്മാനം ഈശോ ഷ്രോവ് ട്യൂസ്ഡേ ആയിട്ട് തന്നു. അതിനേക്കാൾ മുൻപ്, ട്യൂസ്ഡേയുടെ ഒരുക്കത്തിന് അതിനേക്കാൾ മുൻപ് ഇന്നലെ, അതായത് ശനിയാഴ്ച, ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ തിങ്കളാഴ്ചയായിരിക്കും കേട്ടോ. ഞാൻ ശനിയാഴ്ച ഈശോയോട് പറഞ്ഞിരുന്നു, ഈശോയെ, ഈ ഷ്രോവ് ട്യൂസ്ഡേക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുന്നു. അപ്പോൾ പത്രോസിൻ്റെ മേരിയോട് നീ പറഞ്ഞിട്ടുണ്ടല്ലോ 3 വലിയ പാപങ്ങളുടെ പരിഹാരമായിട്ട്. ഓക്കെ, ആ പാപത്തിനെ ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവനിന്ദ, ദൈവനിഷേധം, അന്യദൈവ ആരാധന, അതുപോലെ ഞായറാഴ്ചകളും മറ്റ് കടമുള്ള ദിവസങ്ങളും അശുദ്ധമാക്കുന്നത്, ഇങ്ങനെയുള്ള പാപങ്ങൾക്ക് പരിഹാരമാണിത്. ഒപ്പം പത്രോസിൻ്റെ സിസ്റ്റർ മേരിക്ക് കർത്താവ് പറഞ്ഞു കൊടുത്തല്ലോ, എൻ്റെ മുഖം എൻ്റെ നിത്യപിതാവിനെ അർപ്പിക്കുന്നത് വഴി ഒന്നും നിങ്ങൾക്ക് നിരസിക്കപ്പെടുകയില്ല.
അനേകം പാപികളുടെ മാനസാന്തരവും അതുവഴി സാധ്യമാകും. ഞാനും പാപിയാണ്. അപ്പം എൻ്റെ മാനസാന്തരത്തിന് ആദ്യം ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അഹങ്കാരം നിറഞ്ഞവരാണെങ്കിൽ, ചതി നിറഞ്ഞവരാണെങ്കിൽ ഉടനടി ഞാൻ അവർക്ക് പേരിട്ട് പ്രാർത്ഥിക്കും. കാരണം ഈശോ നമ്മളോട് പാപികളുടെ മാനസാന്തരമല്ലേ ചോദിച്ചിരിക്കണേ. പാപികൾക്ക് മാനസാന്തരപ്പെടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ അവർക്ക് കുർബാന ചൊല്ലിച്ചും അങ്ങനെ പ്രാർത്ഥിച്ചും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി. ഇവർക്ക് മാനസാന്തരം കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശനിയാഴ്ച ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, എൻ്റെ ഈ സഹനങ്ങളും എൻ്റെ ഈ വേദനകളും ഞാൻ നിൻ്റെ സഹനത്തോട്, നീ സഹിച്ച ആ പൊന്മുഖത്തോട് ചേർത്ത് പിതാവിന് കാഴ്ചവെക്കും. യോഗ്യതയില്ലാത്തതാണ് എൻ്റെ കാഴ്ചവെപ്പൊക്കെ. പക്ഷേ പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട്, നീ ഔസേപ്പിനോട് പ്രാർത്ഥിച്ചോ. എൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ ഔസേപ്പിതാവാ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നീ ഔസേപ്പിനോട് പ്രാർത്ഥിച്ചോ, നിൻ്റെ എല്ലാ പ്രാർത്ഥനകളും യോഗ്യതയുള്ളതാക്കുന്നത് ഔസേപ്പാണ്. ഔസേപ്പിതാവിൻ്റെ കയ്യിൽ കൊടുക്കാം. ഞാനങ്ങനെ കൊടുത്തിട്ടാണ് കാഴ്ച വയ്ക്കാറ്. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഈ കാഴ്ച സമർപ്പണം വഴി, ഈ തിരുമുഖത്തിൻ്റെ ഈ ഭക്തി വഴി, നീ പറഞ്ഞല്ലോ പത്രോസിൻ്റെ മേരിയോട് എൻ്റെ മുഖം എൻ്റെ നിത്യപിതാവിനെ അർപ്പിക്കുന്നത് വഴി ഒന്നും നിങ്ങൾക്ക് നിരസിക്കപ്പെടുകയില്ല എന്നാണ് പറഞ്ഞേക്കണേ. എല്ലാം തരും ഈശോയുടെ മുഖം പിതാവിനെ സമർപ്പിച്ചാൽ അനേകം പാപികളുടെ മാനസാന്തരവും അതുവഴി സാധ്യമാകും. അങ്ങനെ ഞാനന്ന് ഉറങ്ങാൻ കിടന്നു. ശനിയാഴ്ച ഉറങ്ങാൻ കിടന്ന് പുലർച്ചെ 4 മണിയായപ്പോൾ ഈശോ എനിക്കൊരു സ്വപ്നം കാണിച്ചു തന്നു. 2 സ്വപ്ന ദർശനം. അതിലൊന്ന് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു വ്യക്തിക്ക് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആളെ കണ്ടപ്പോൾ ഞാൻ ഉടനടി 4 മണിക്ക് തന്നെ മെസ്സേജ് ഇട്ടു, ഞാൻ സ്വപ്നം കണ്ടല്ലോ, എന്താ പ്രശ്നം? അപ്പോൾ അവിടെ ഒരു ചെറിയൊരു അസുഖത്തിൻ്റെ പ്രശ്നമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുള്ള പോംവഴി കർത്താവ് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ ചോദിച്ചിരുന്നു, കർത്താവെ, എൻ്റെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ടാകാം, അപ്പം നിങ്ങളെയും കൂട്ടിച്ചേർത്താണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ കാഴ്ച വയ്ക്കുമ്പോൾ ഇത് ഏത് നിയോഗത്തിനാണ് ഇത് നീ സ്വീകരിക്കുന്നതെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന്. ഏത് നിയോഗത്തിന് വേണ്ടിയാണെങ്കിൽ. പ്രിയ കൂട്ടുകാരെ, വർഷങ്ങളായിട്ട് പാപത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, എന്നാൽ ഒപ്പം ഈശോയെയും സ്വീകരിക്കുന്ന ഒരു വ്യക്തി, ഈശോയെ സ്വീകരിക്കും, ഒപ്പം അന്യ ദൈവങ്ങളുടെ അടുത്ത് പോയി പൈസ ലാഭത്തിനോ ശത്രു സംഹാരത്തിനോ ഒക്കെ പോകുന്ന വ്യക്തി. എനിക്ക് വലിയ വിഷമമുണ്ട് ഇങ്ങനെ ഈശോയെയും മറ്റുള്ള ദൈവങ്ങളെയും ഒപ്പം കൊണ്ടുപോകുന്ന ആ വ്യക്തിയെ ഓർത്ത്. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ഇതുപോലുള്ള അനേകം മക്കൾക്ക് മാനസാന്തരം കൊടുക്കണമേ എന്ന്. പക്ഷെ ഞാൻ ഇന്ന് വരെ ദർശനത്തിൽ ആ വ്യക്തിയെ കണ്ടിട്ടില്ല. ഈ തിരുമുഖത്തിൻ്റെ ഈ ദിവസങ്ങളിൽ ശനിയാഴ്ച ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ 4 മണിക്ക് ഞാൻ ആ വ്യക്തിയെ കണ്ടു. വളരെ സന്തോഷത്തോടു കൂടെയാണ് എനിക്ക് ഇത് ഈശോ കാണിച്ചു തന്നിട്ടുള്ളത്. ഞാൻ അതിശയിച്ചു പോയി. എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം? ഞാൻ ഈശോയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈശോയെ, യഥാർത്ഥ മാനസാന്തരം അവിടെ നടക്കുന്നുണ്ടോ എന്ന്. എനിക്കറിയില്ല. അങ്ങനെ ഒരു അടയാളം എനിക്ക് കിട്ടിയാൽ ഞാൻ വീണ്ടും ഇവിടെ പറയും. ഇങ്ങനെ 2 കാര്യം അടുത്ത ഒരു അത്ഭുതകരമായ ഇടപെടലായി എനിക്ക് തോന്നി. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ പ്രാർത്ഥനയുടെ പേപ്പറുകൾ എടുത്ത് ഞാൻ ഈ ഓഡിയോ ഇടുന്ന സമയത്ത് പനിനീർ പുഷ്പത്തിൻ്റെ സുഗന്ധം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം. എനിക്കിപ്പോൾ വാട്സപ്പിലൊരു മെസ്സേജ് വന്നു. കൊച്ചിയിലെ തിരുമുഖത്തിൻ്റെ ഒരു കൊച്ചു ചേപ്പലുണ്ട് തിരുമുഖത്തിൻ്റെ. ആ തിരുമുഖത്തിൻ്റെ ചേപ്പലിൽ പ്രത്യേകത, തൂങ്ങിക്കിടക്കുന്ന ഈശോയുടെ വയറിൻ്റെ ഭാഗത്ത്
ഈശോയുടെ തിരുമുഖമാണ് തെളിഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് വലിയൊരു അടയാളം ഈശോ തന്നിരുന്നു, വലിയൊരു അടയാളം. അത് കണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ രാത്രി സമയത്ത് മെസ്സേജ് നോക്കിയപ്പോൾ അവിടെ പോയ ഒരു മകള് ആ ഫോട്ടോ എടുക്കാൻ പറയുമായിരുന്നു, ഞാനിന്ന് അവിടെ പോയി, ഒരു വലിയ അനുഭവമാണ് എനിക്കുണ്ടായത്. അവിടെ കത്തുന്ന എണ്ണയിൽ നിന്ന് എടുത്ത് കുരിശ് വരയ്ക്കാനോ മറ്റും നോക്കുമ്പോൾ അവർ പറയുകയാണ് പരിമളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരവസ്ഥ. നല്ല തൊട്ട് നോക്കിയപ്പോൾ പ്രത്യേകമായ ഒരു രുചിയും. തിരുമുഖത്തിൻ്റെ ആ കൊച്ചു ചേപ്പലിൽ ഇതുപോലെ കുറേ വ്യക്തിപരമായ അനുഗ്രഹങ്ങളും അടയാളങ്ങളും ഈശോ കൊടുക്കുന്നുണ്ട്. അതിന് കാരണങ്ങളുമുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഫ്രീ മേസണറി പോലെയുള്ള സ്ഥാപനങ്ങളാണ് ദൈവനിന്ദ, ദൈവനിഷേധം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളും അശുദ്ധമാക്കുന്നത്. അപ്പോൾ അവിടെ ഈശോ വരുന്നവർക്കൊക്കെ അനുഗ്രഹം കൊടുക്കും. നിങ്ങൾക്കും പോയി കാണാം ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഒരു കൊച്ചു ചാപ്പൽ. പ്രിയ കൂട്ടുകാരെ, അതുപോലെ ഒരാൾ പറഞ്ഞു, തിരുമുഖത്തിൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി തിരുമുഖം കണ്ണു തുറന്നു നോക്കുന്നു എന്ന്. ഉണ്ടാകും. ഇതൊന്നും ഭാവനയോ അല്ലെങ്കിൽ ഭ്രാന്തോ ഒന്നുമല്ല. ഈ ഭക്തകൃത്യങ്ങളെയൊക്കെ എതിർക്കുന്ന സെക്റ്റുകൾ പറയും ആ മമ്മിക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ അവരെ വഴിതെറ്റിക്കുകയാണ്. വഴിതെറ്റിക്കുകയല്ല, നേർവഴിയിലേക്ക് കൊണ്ടുവരികയാണ്. മറ്റെല്ലാത്തിനേക്കാളും ഉപരി നമ്മുടെ യേശുവിൻ്റെ പൊന്മുഖം നമ്മൾ ധ്യാനിച്ചാൽ ആ പൊന്മുഖം സംസാരിക്കാം, കണ്ണു തുറക്കാം. ആ പൊന്മുഖം പല പ്രവചനങ്ങളും നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. സാധ്യതകളുണ്ട്. എല്ലാവരും എല്ലായ്പ്പോഴും അങ്ങനെ കാണും, കേൾക്കും എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ കിട്ടുന്ന വെളിപാടുകളും സ്വർഗീയ ഇടപെടലുകളെന്ന് തെറ്റിദ്ധരിക്കുന്ന ഇടപെടലുകളും ധാരാളം ഉണ്ട് താനും. എന്തായാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അടയാളം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഒന്നുകൂടെ ഈശോയിലേക്ക്, പിതാവിലേക്ക് നടത്തിക്കൊണ്ടുപോകും. അതിന് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. നമുക്ക് പേഴ്സണലായിട്ടുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, അടയാളങ്ങൾ, അത് നമുക്ക് ആത്മീയമായി വളർച്ചയ്ക്ക് വേണ്ടി ദൈവം തരുന്നതാണ്. എന്നാൽ ഇങ്ങനെ കുറേ സുഗന്ധാഭിഷേകം ഉണ്ടായി, ഓയിൽ വന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അത് മറ്റുള്ളവരും കൂടി വിശ്വസിക്കണം എന്ന തരത്തിൽ പറയുകയും അതിനോടനുബന്ധിച്ച് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് അപകടങ്ങൾ. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് കിട്ടുന്ന ഓരോ അടയാളങ്ങളും ഈശോ നമ്മെ ആത്മീയമായി ഒരു പടി കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നമ്മുടെ ബലക്കുറവിൽ നമുക്ക് വിശ്വാസം പകരാനാണ് ഈ ദർശനങ്ങളും സന്ദേശങ്ങളും അടയാളങ്ങളും ഒക്കെ കിട്ടുന്നത്. അങ്ങനെയേ അതിനെ കാണാവൂ. അല്ലാതെ പൈസ ലാഭത്തിനോ സ്ഥാനമാനങ്ങൾക്കോ പ്രസിദ്ധിക്കോ വേണ്ടി ഇത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓർക്കുക, അവിടെ യഥാർത്ഥ ആത്മാവിൻ്റെ അരൂപിയല്ല എന്ന്. ഈ ഷ്രോവ് ട്യൂസ്ഡേയിൽ യേശുവിൻ്റെ തിരുമുഖത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ ഈശോയുടെ തിരുമുഖം ഇന്ന് നമ്മൾ ധ്യാനിച്ച് നടക്കുമ്പോൾ ഈശോയുടെ തിരുമുഖം നമ്മളോട് സംസാരിക്കും. ആ സംസാരം കേൾക്കാൻ നമുക്ക് എന്തെങ്കിലും തടസ്സമുണ്ടാകുമ്പോഴാണ് നമ്മളത് കേൾക്കാതിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ തിരുമുഖത്താൽ അവർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇത് ദൈവകോപത്തെ ശമിപ്പിക്കും. പാപികളുടെ മേൽ കരുണ വർഷിക്കപ്പെടും. ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ സ്വപ്നത്തിൽ കണ്ട ഈ പാപിയുടെ മേൽ ദൈവം ഇപ്പോൾ തന്നെ കരുണ വർഷിച്ചിട്ടുണ്ടാകും. ഈശോയുടെ തിരുമുഖത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തം സകല പാപികളിലേക്കും ഒഴുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു പിടി ആത്മാക്കളെ, ഒരു പിടി പാപികളെ നമുക്ക് കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ. അതുപോലെ പത്രോസിൻ്റെ മേരിക്ക് കൊടുത്ത വാഗ്ദാനമാണ്, വാക്കാലും പ്രാർത്ഥനയാലും എഴുത്താലും ഈ പരിഹാര പ്രവൃത്തിയെ പിന്താങ്ങുന്നവർക്ക് വേണ്ടി എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ
ഞാൻ വാദിക്കുമെന്നാണ് പറയുന്നത്. എൻ്റെ രാജ്യം ഞാൻ അവർക്ക് നൽകും. വാക്കാലോ പ്രവൃത്തിയാലോ പ്രാർത്ഥനയാലോ എഴുത്തിനാലോ ഈ പരിഹാര പ്രവൃത്തിയെ, ഇത് പരിഹാര പ്രവൃത്തിയാണ് കേട്ടോ. അവസാന കാലഘട്ടത്തിലെ പ്രാർത്ഥനകളെല്ലാം പരിഹാര മനോഭാവത്തോടെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പരിഹാര പ്രവൃത്തികളെ പിന്താങ്ങുന്നവർക്ക് വേണ്ടി കർത്താവ് പിതാവിൻ്റെ മുമ്പിൽ വാദിക്കുമെന്ന്. നിങ്ങളിത് പ്രചരിപ്പിക്കണം. പറ്റാവുന്നവരോട് മുഴുവൻ പറയണം. യേശുവിൻ്റെ തിരുമുഖത്തിൻ്റെ പ്രാർത്ഥനകൾ ഈ ഷ്രോവ് ട്യൂസ്ഡേ, ഞാനൊരിക്കൽ ഓഡിയോയുടെ അടിയിൽ കോണ്ടാക്റ്റ് നമ്പർ എന്ന് പറഞ്ഞിരുന്നു. അവരോട് വിളിച്ചാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ അയച്ചു തരികയും ചെയ്യും. ഇന്ന് ഈ 3 ദിവസത്തേക്ക് മാത്രമല്ല കേട്ടോ, മരണം വരെ സാത്താനോട് പോരാടാൻ നമുക്ക് ആയുധമായിട്ടുള്ളത് ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയുടെ പൊന്മുഖമാണ്. യേശുവിൻ്റെ തിരുമുഖമേ, ആത്മാവിൻ്റെ ദാനമേ, അങ്ങേ സ്നേഹം എനിക്ക് കാണിച്ചു തരണമേ. പ്രിയ കൂട്ടുകാരെ, കുറേ മക്കൾ ഈശോയുടെ തിരുമുഖം മനസ്സിൽ ധ്യാനിച്ച് നടന്നിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ വാട്സപ്പിൽ സന്ദേശം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മകള് പള്ളിയിൽ പോയപ്പോൾ അവർ പറയുമായിരുന്നു, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത്. മഞ്ഞുതുള്ളികൾ മേത്ത് വീഴുന്ന പോലെ, ദേഹത്ത് വീഴുന്ന പോലെ അവർക്ക് തോന്നി. അതുപോലെ ഈശോനെ ഉയർത്തുമ്പോഴും, അതുപോലെ ഓശാനയുടെ പാട്ട് പാടിയപ്പോഴെല്ലാം മനസ്സിൽ ഈശോയുടെ തിരുമുഖം ഉള്ള ഈശോയെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വിശ്വസിച്ചൊരു കാര്യം ചെയ്താൽ, വിശ്വാസമാണ് പ്രധാനം, വേറെ ഒന്നിലും ശ്രദ്ധ കൊടുക്കണ്ട. നമ്മുടെ ഈശോയുടെ തിരുമുഖം നമ്മുടെ മനസ്സിൽ ധ്യാനിച്ച് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഈശോയുടെ മുഖം ധ്യാനിച്ച് ആ മുഖത്തിന് പിതാവിന് കാഴ്ചയായിട്ട് വെക്കുകയാണ്, പരിഹാരമായിട്ട്, മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ട്. നിങ്ങളങ്ങനെ കാഴ്ച വയ്ക്കുമ്പോൾ നിങ്ങളുടെ ഇടയ്ക്കിലേക്കും ഒരു അടയാളമായി ഈശോ വരും, ഉറപ്പാണ്. ഈ സഹോദരി പറയായിരുന്നു, ഇത് എനിക്കൊരു ആദ്യത്തെ അനുഭവമാണെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഇനിയിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ഇനി ഓരോ ദിവസം പറയാം. മാത്രമല്ല, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ചൊവ്വാഴ്ച ഞങ്ങളുടെ പ്രാർത്ഥനാ ദിവസത്തിൻ്റെ അന്നാണ് ഷ്രോവ് ട്യൂസ്ഡേ, അന്നാണ് തിരുമുഖത്തിൻ്റെ തിരുനാൾ വരുന്നത്. അപ്പോൾ അവിടെ വരുന്ന എല്ലാവർക്കും ഈശോയുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈശോയുടെ രൂപം പതിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമായിട്ട് ഈശോയുടെ തിരുമുഖത്തിൻ്റെ പടവും കൊടുക്കണം എന്നാണ് ആ സഹോദരി പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഈശോയുടെ ഹിതം പോലെ നടക്കട്ടെ. സുഭാഷിതം 16:1 പറയുന്നു, മനുഷ്യർ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെയാണ്. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഈശോയുടെ ഈ രൂപം വയ്ക്കാൻ, ഈ ഒരു ഫോട്ടോ, ഈ ഛായ പതിപ്പിക്കാൻ വേറെ ചിലവൊന്നുമില്ല. ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഈശോ ഏകരക്ഷകൻ, ലോകരക്ഷകൻ, എൻ്റെ ഈശോ, ഈശോയുടെ പാടുപീടുകൾ സഹിച്ച മുഖമാണെന്ന് സയൻറ്റിഫിക് പരിശോധനകളിലൂടെയൊക്കെ തെളിഞ്ഞ ഈ പൊന്മുഖം, അത് നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കാൻ പ്രാർത്ഥിക്കാം നമുക്ക്. ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഫോട്ടോ കൊച്ചിയിലെ തിരുമുഖത്തിൻ്റെ ആ ഒരു കൊച്ചു കപ്പേളയിലെ ഫോട്ടോമാണ് കേട്ടോ. നിങ്ങൾക്കതിൻ്റെ വയറുഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, അത് ശരിക്കും ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഛായയിലാണ്. ഇത് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല, ഒരു നിർബന്ധവും ഇല്ല കേട്ടോ വിശ്വസിക്കണമെന്ന്. പോയി കാണുമ്പോൾ, എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും സ്വയം വിശ്വസിക്കും. ഈശോ എന്തിനാണ് ഇങ്ങനെ ഓരോ അടയാളങ്ങൾ കാണിക്കുന്നത്? ഈശോയുടെ തിരുമുഖമാണ് പിതാവിന് സമർപ്പിക്കേണ്ടതെന്ന് നമുക്ക് ബോധ്യം തരാനാ. ഈശോയുടെ തിരുമുഖമാണ് സമർപ്പിക്കേണ്ടത് പിതാവിൻ്റെ മുമ്പിൽ, അങ്ങനെ അനേകം പാപികളെ നേടിയെടുക്കണമെന്ന്. ഈശോയുടെ ഈ പൊന്മുഖം മനസ്സിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഓർക്കാം, തൂങ്ങിക്കിടക്കുന്ന ഈശോ പീഡിപ്പിക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ വയറ് ഭാഗത്ത് ഈശോയുടെ തിരുമുഖം ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണുമ്പോൾ നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, നിൻ്റെ പ്രിയപുത്രൻ്റെ തിരുമുഖം
എല്ലാ പാടുപീടുകളോടും യോഗ്യതകളോടും സ്നേഹത്തോടും കൂടി ഞാൻ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമേ. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജായി അയക്കണം. കാരണം കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹത്തരമാക്കുന്നത് ഏറ്റവും അഭികാമ്യമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അടയാളങ്ങൾ ഈശോ നൽകും. അപ്പോൾ നമുക്കും അത് സാക്ഷ്യമാക്കി ഉപയോഗിക്കാം. പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.